ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനലിൻ്റെ പേര് നന്മ വ്ളോഗ്സ്. എൻ്റെ പേര് ഷജി. അപ്പോൾ കാലത്ത് 8 മണിക്ക് ശേഷമുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോണത്. അതായത് ബിജേട്ടൻ പണിക്കൊക്കെ പോയിട്ടുണ്ട്. വീട്ടിൽ അച്ഛൻ, അമ്മ അവരെല്ലാവരും ഉണ്ട്. പിന്നെ മോനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കാലത്ത് പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പുഴയിലേക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു 5 മിനിറ്റ് വീഡിയോ ആണ് ഇപ്പോൾ കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മേനെ ഡോക്ടറത്തേക്ക് പോകുന്നുണ്ട്. ഡോക്ടറത്തേക്ക് പോയിട്ട് അവിടെ ഞാൻ വീഡിയോ ഒന്നും എടുക്കണില്ല. കുറച്ച് ഭാഗം പോകണത് മാത്രം കാണിക്കുന്നുള്ളൂ കേട്ടോ. കാരണം ഹോസ്പിറ്റലിൽ പോയിട്ട് വീഡിയോ എടുക്കാനുള്ള അത്ര ഒരു ഇത് വന്നിട്ടില്ല എനിക്ക്. അവിടെ പോയിട്ട് ഞാൻ അങ്ങനെ വീഡിയോ കുറേ എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പുഴയിലേക്ക് പോയിട്ട് അവിടുത്തെ ഒരു വീഡിയോ കാണാം കേട്ടോ. വീഡിയോ എല്ലാവരും ഞാൻ ഇടാൻ തന്നെയാണ് ഞാൻ. പക്ഷേ എൻ്റെ കൂട്ടുകാർ പുതിയ ആൾക്കാരൊന്നും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് അവർക്കും കൂടി ഒന്നും കൂടി ഞാൻ കാണിച്ചു കൊടുക്കണം. അവർ മുന്നത്തെ വീഡിയോ അവർ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും മുന്നത്തെ വീഡിയോ എല്ലാവരും കാണണം കേട്ടോ, കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ. അപ്പോൾ പുഴയിൽ വെള്ളമൊക്കെ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. മഴ ഒന്ന് മെല്ലെ പിന്നാക്കമായിട്ടുണ്ടല്ലോ. അപ്പോൾ കുറച്ച് കുറവുണ്ട്, മണലൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വാട്ടർ ടാങ്ക് കേട്ടോ. വാട്ടർ ടാങ്ക് പറഞ്ഞാൽ ഞങ്ങൾ വെള്ളം ഇതിലേക്കാണ് ശേഖരിക്കുക. ഇവിടെ നിന്ന് ഞങ്ങൾ വെള്ളിയാട്ടത്തൊരു വലിയൊരു ടാങ്ക് ഉണ്ട്, ഞാൻ കാണിച്ചാൽ വീഡിയോയിൽ. അതിലേക്ക് നിറച്ചിട്ടാണ് ഞങ്ങൾ പൈപ്പ് കണക്ഷൻ എടുക്കുക കേട്ടോ. പുഴയിൽ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ കാലത്ത്. സമയം ഇപ്പോൾ 8:15 8:30 ആയിട്ടുണ്ട് സമയം. അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അലക്കും കൂടി കഴിഞ്ഞാൽ പിന്നെ സമാധാനം അതിന് വെച്ചിട്ടാണ്. അപ്പോൾ വിരികളൊക്കെ തിരുമ്പാണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്യാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ വെള്ളം ഒരുപാടുണ്ടോ വെച്ചാൽ അത്ര ഇല്ല, എന്നാൽ കൂടിയിട്ടുമില്ല. അങ്ങനെ ആയിട്ടാണ് ഇപ്പോൾ വെള്ളം നിൽക്കണത് കേട്ടോ. അപ്പോൾ മഴക്കാറും ഉണ്ട്, എന്നാൽ കുറച്ചൊരു വെയിലും ഉണ്ട്. എന്തായാലും വേഗം തിരുമ്പി എടുക്കാം. ഇവിടെ കുറേ ഭാഗമൊന്നും ഞാൻ കാണിക്കണില്ല, കാരണം എപ്പോഴും ഇവിടെ കാണിക്കാറുള്ളതാണ്. അപ്പോൾ കുറച്ചൊരു ഭാഗം ഞാൻ എടുക്കാച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല ഒലിവുണ്ട് കേട്ടോ. ഈ ഭാഗം ഞാൻ എപ്പോഴും പറയാറുണ്ട്, പുതിയ ആൾക്കാരൊക്കെ ആരെങ്കിലും വരികയാണെങ്കിൽ നമ്മുടെ അവിടേക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ. ഇവിടെ നല്ല കുണ്ടുള്ള ഭാഗമെന്നൊക്കെ. കാരണം ഒരു ആദ്യമൊക്കെ ഞങ്ങൾ ഇവിടെ ആനയും മുങ്ങാനുള്ള കുണ്ടൊക്കെ ഉണ്ടെന്നൊക്കെ പറയും കേട്ടോ. ഞങ്ങൾ ആ കുട്ടികളെ ഞങ്ങൾക്ക് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ആദ്യമൊക്കെ അത്ര ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ പോയിട്ട് അങ്ങനെ അധികം ഇല്ല. പക്ഷെ ഒരു ഒലിവ് ഉണ്ടാവും അവിടെ എപ്പോഴും. പുതിയ ആൾക്കാർക്ക് വരുമ്പോൾ വെള്ളത്തിൽ പെടാനുള്ള ഇതൊക്കെ നല്ല ഇതുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ വേഗം ഞാൻ അലക്കട്ടെ കേട്ടോ. എന്നിട്ട് ഞാൻ പുതപ്പൊക്കെ തിരുമ്പാനുള്ളതൊക്കെ വേഗം ഞാൻ തിരുമ്പിയിട്ട് പാറയാലും വിരിച്ചിട്ടു കേട്ടോ. കാരണം അത് ഏറ്റി കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ വേഗം അത് തിരുമ്പിയിട്ട് വെയിലത്തൊക്കെ ഇട്ടു. പിന്നെ അച്ചു പറഞ്ഞത് മകനാണ് കേട്ടോ, ചെറിയ കുട്ടിയൊന്നല്ല. അപ്പോൾ പിന്നെ മകളുണ്ട് പറഞ്ഞല്ലോ, മരുമകളുണ്ട്. അപ്പോൾ പുതിയ ആൾക്കാർ കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയണത് കേട്ടോ. ഞാനൊരു അമ്മയാണ് കേട്ടോ. മകള്, മരുമകൻ, അതേപോലെ മകൻ, അച്ഛൻ, അമ്മ, അങ്ങനെയൊക്കെയാണ് എൻ്റെ കുറച്ച് കാര്യങ്ങൾ. അങ്ങനെ തിരുമ്പലൊക്കെ കഴിഞ്ഞു. ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ടോ. അപ്പോൾ ഡ്രസ്സ് മാറിയിട്ട് അങ്ങനെ പോകാനാണ് വിചാരിച്ചു. പക്ഷേ ആ ഡ്രസ്സൊക്കെ നനഞ്ഞ കാരണം പിന്നെ വീട്ടിൽ പോയിട്ട് വേറെ ഡ്രസ്സ് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ കുറച്ച് തുണികൾ കൂടി എടുക്കാണ്ടായിരുന്നു, ഊരിപ്പിഴിയുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഒന്നുകൂടി ഊരിപ്പിഴിഞ്ഞെടുത്തു. കാരണം വർക്കിംഗ് ഡ്രസ്സൊക്കെ ഉണ്ടാവും. ബിജേട്ടൻ്റെ സിമൻറ്റും ഇതൊക്കെ ആയ വർക്കിംഗ് ഡ്രസ്സ് ഉണ്ടാവും. പിന്നെ അച്ഛൻ്റെ ആടിനെ കൊണ്ടുപോകണ ഡ്രസ്സ് ഉണ്ടാവും. മോൻ്റെ പിന്നെ പറയണ്ടല്ലോ, ആൺകുട്ടികളുടെ വീടാച്ചാൽ നമുക്ക് എല്ലാ അമ്മമാർക്കും അറിയാം, തിരുമ്പാൻ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് ഊരിയിടും അവർ. അതുകൊണ്ടാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. ചളി അധികം ഇല്ലെങ്കിലും എപ്പോഴും ഊരിയിടും, അതായത് ഇത്. പിന്നെ അമ്മയുടെ ഡ്രസ്സൊക്കെ അമ്മേനെയാണ് കേട്ടോ തിരുമ്പുക. അത് അമ്മ പിന്നെ ആരെയും ബുദ്ധിമുട്ടിക്കില്ല. പിന്നെ നമുക്കിതൊരു ബുദ്ധിമുട്ടും എന്നല്ല കേട്ടോ. നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും മക്കളുടെ അങ്ങനെ ആരുടെ എന്നല്ല, നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന ഡ്രസ്സ് നമുക്ക് തരുമ്പോൾ ഒരു മടിയില്ല. പിന്നത്തെ വിശേഷം പ്രത്യേകിച്ച് ഈ വിശേഷം ഇനിയിപ്പോൾ അമ്മേനെ കൊണ്ട് പോവുക. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കടയിൽ സുന്ദരേട്ടനെയും കൂട്ടിയിട്ട് ഇനി പഞ്ചായത്തിൽ പോകണം. വിത്ത് വാങ്ങാൻ വേണ്ടിയിട്ട്.
പിന്നെന്താ പയർ വിത്തും അതേപോലെ ഈ പടവലം വിത്തും. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ കൂട്ടുകാർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത ലൈക്ക് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ പുതിയ ആൾക്കാരുടെ പഴയ ആൾക്കാരുടെ പേര് പറഞ്ഞ കാരണം വീണ്ടും എന്താണെന്നറിയില്ല, അവരൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങൾ എന്നെ ഓർക്കുന്നുണ്ടല്ലോ. കാരണം മുന്നേ ചെയ്ത ആൾക്കാരൊന്നും ഇപ്പോൾ അങ്ങനെ കമൻറ്റൊന്നും ചെയ്യാൻ വളരെയധികം മടിക്കുന്നുണ്ട്. പക്ഷെ ഒരു വീഡിയോ കാണുന്നത് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞ വഴി തന്നെ എന്തായാലും കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് മുന്നത്തെ നമുക്ക് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഞാൻ പറയാറില്ലേ 10-15 പേരാണെങ്കിൽ നമ്മൾ ആ പേര് ഒരുപാട് വട്ടം വായിക്കും. അത് ആരാന്നൊക്കെ ഞാൻ നോക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ പേരൊക്കെ നമുക്ക് ഇപ്പോൾ തന്നെ അങ്ങനെ കാണാപ്പാടാണ്. പേര് അറിയാം. നമുക്ക് മുഖം നോക്കുമ്പോൾ മുഖം വേറെ വെച്ചിട്ടാണോ എനിക്കറിയില്ല കേട്ടോ. ചിലപ്പോൾ വല്ല ചെടികളുടെ ചിത്രമാവും, വേറെ പല ചിത്രങ്ങളാവും. ഇപ്പോൾ ഫോട്ടോ വെക്കണത് വേറെ വല്ല ഫോട്ടോ ഒന്നും എനിക്കറിയില്ല കേട്ടോ. നമ്മളത് ഉദ്ദേശിച്ചിട്ടാണ് ഓരോരുത്തർക്കും ഞാൻ കമൻറ്റ് അങ്ങോട്ട് തിരിച്ചും കൊടുക്കാറ് കേട്ടോ. എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പം ഇനി വീട്ടിൽ പോട്ടെ കേട്ടോ. നോക്കാം, നല്ല ഒരു മൂടലാണ്, എന്തറിയില്ല. നല്ല വെള്ള കളറിൽ അടിപൊളിയായിട്ട് ഐസ്ക്രീം ആണെങ്കിൽ നമുക്ക് ഇതൊക്കെ കഴിക്കായിരുന്നു കേട്ടോ. അത്ര നല്ല ഭംഗിയുണ്ട് കാണാൻ. അവിടെ ഇരിക്കാനുള്ള സമയം പോലും ഇല്ല. ഒരാളാരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ നമുക്ക് അവിടെ ഇരുന്ന് കുറച്ചേരൊക്കെ ഇരുന്ന്, വൈകുന്നേരമൊക്കെ കുഴപ്പമില്ല, കാലത്തല്ലേ കുറച്ചേരൊക്കെ ഇരുന്ന്. അതിന് ആർക്കാണ് ഇവിടെ സമയം? ആർക്കും സമയമില്ല. അതാണ് കുഴപ്പം. എനിക്കും അതേപോലെ കേട്ടോ. കാലത്ത് നമ്മൾ 8:30 പോവുക, വൈകുന്നേരം 6:00 വരിക. പിന്നെ യൂട്യൂബിൽ ചാനൽ എടുക്കുക, എല്ലാവർക്കും ഭക്ഷണം വെച്ച് കൊടുക്കുക. പിന്നെ സമയം 10 മണിയായി, പിന്നെ കിടക്കുക, പിന്നെ രാവിലെ എണീക്കുക. എനിക്കല്ല, എല്ലാ വീട്ടിലത്തെ കുടുംബക്കാർക്കും തന്നെയാവും അവസ്ഥ കേട്ടോ. ഇപ്പം എൻ്റെ കാര്യം പറഞ്ഞതല്ല. പിന്നെ ഇപ്പം എന്താ വിശേഷം? വേറെ ഒന്നുമില്ല. വേറെ മഴക്കാറ് കുറച്ച് കൂടി വരുന്നുണ്ടോ എന്ന് സംശയമുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ തുണികളൊക്കെ തലയിൽ വെച്ചിട്ട് പോകേണ്ട ഒരു കാര്യം ഓർക്കുമ്പോഴാണ് ഏറെ ഒരു വിഷമം. ഞങ്ങളുടെ എത്തണമല്ലോ, നിങ്ങൾ കൊണ്ടുവരാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, അപ്പോൾ കനമൊന്നുമില്ലല്ലോ. പക്ഷേ അവിടെ എത്തിക്കാനൊരു ചെറിയൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി വീട്ടിൽ പോയിട്ട് ഇനി അമ്മേനെയും കൊണ്ട് ഡോക്ടറേജിക്ക് പോകണം. അപ്പോൾ ഡ്രസ്സൊക്കെ എന്തായാലും അവിടെ പോയിട്ട് ഇനി പിന്നെ മാറ്റണം. കാരണം ഡ്രസ്സ് കൊണ്ടുപോയി ആകപ്പോൾ ഡ്രസ്സൊക്കെ നനയും. ഇപ്പോൾ കുറച്ച് തുണികളച്ച കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വിരികളൊക്കെ തിരുമ്പിയിട്ട് ഉണക്കായിട്ടോ ഒരുവിധമൊക്കെ ഉണങ്ങി ഇറക്കണം. പിന്നെ മോൻ്റെ പാൻറ്റുകളും ജീൻസൊന്നും ഉണങ്ങിയിട്ടില്ല. കാരണം അത്രയും കാനം ഉണ്ടാവില്ല വിചാരിച്ച് ഞാൻ വേഗം ഉണക്കാട്ടതാണ്. അതുകൊണ്ട് കുറച്ച് പകുതി ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പകുതിയൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇത് സാരി എൻ്റെ നാത്തൂൻ്റെ സാരി കേട്ടോ. നാത്തൂൻ തന്ന സാരിയാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയൊക്കെ സാരി ഒരുവിധമൊക്കെ സാരിയൊക്കെ എനിക്ക് തരാറുണ്ട്. ചേച്ചി മാത്രമല്ല, ഒരുപാട് ആൾക്കാർ എനിക്ക് എല്ലാവരും സാരികളൊക്കെ എനിക്ക് ഇങ്ങനെ തരാറുണ്ട് കേട്ടോ. അതെന്താ അറിയില്ല, ഞാൻ എല്ലാവരും സാരി പഴയതായാലൊക്കെ ഒരുപാട് ഇപ്പം എന്നെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ അറിയാം. ഇഷ്ടംപോലെ എന്നെ ഇഷ്ടമായിട്ടുള്ള ഒരു മനസ്സറിഞ്ഞ് തരുന്നത് കേട്ടോ. അല്ലാതെ ഇപ്പോൾ അല്ല, അവിടുത്തെ സാരികളായാലും ഇഷ്ടം പോലെ എനിക്ക് സാരികൾ തന്നിട്ട്, ഞാൻ ഈ ഉടുക്കുന്ന സാരിയൊക്കെ ഒരുതൊക്കെ ഞാൻ തന്നത് ചേച്ചി, കടയത്തെ ചേച്ചി, പിന്നെ ഞാൻ തുണിക്കടയിൽ നിൽക്കുന്ന ചേച്ചി, പിന്നെ എൻ്റെ വീട്ടിൽ ചേച്ചി, ആരാന്ന് പറഞ്ഞു വെച്ചാൽ പിന്നെ വാച്ചയുടെ ചേച്ചി, അങ്ങനെ പറയാൻ പറ്റില്ല. ഒരുപാട് ആൾക്കാർ എന്താണെന്നറിയില്ല. ഞാൻ നല്ല സാരി, നമ്മൾ വയറിലൊന്നും ഇല്ലെങ്കിലും വിശപ്പ് ഇതാക്കി നമ്മൾ ഡ്രസ്സ് ഉള്ളത് നല്ലതിലിട്ടിട്ടോ ഞാൻ നടക്കാറുള്ളൂ. അപ്പോൾ ചോദിക്കാറുണ്ട് ചിലവരൊക്കെ, അത് ഇവിടെ നല്ല സാരിയാണല്ലോ. പക്ഷെ ഓരോരുത്തരും ഇങ്ങനെ നമുക്കിങ്ങനെ തരും, അത് കൊടുക്കും, ജാക്കറ്റൊക്കെ വേറെ എടുക്കും, അങ്ങനെയൊക്കെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ചെറിയൊരു കാറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ. കാറ്റും ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വേറെ ചേച്ചി ഇതിനിടയിൽ അലക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചേച്ചി അങ്ങോട്ട് പോയി. പിന്നെ തുണികളൊക്കെ ഞാൻ ആക്കിയിട്ട് തലയിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് എത്തുന്നില്ല. നല്ല ഭാരം എങ്ങനെയൊക്കെ തലയിൽ വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ പോട്ടെ, എൻ്റെ കൂട്ടുകാരെ പോയിട്ട് കാണാം കേട്ടോ. എന്താണ് ഇത് കഴിയാത്തത്?
അപ്പോൾ എല്ലാവരും വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് തരണം കേട്ടോ. കാരണം കമൻറ്റ് എഴുതാൻ സമയമില്ലാത്തൊരു ഒരുപാട് ആൾക്കാരുണ്ട്, അതുകൊണ്ടാണ് പറയണത്. ഒരു ലൈക്കെങ്കിലും തരാൻ പറയണത് കേട്ടോ. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തുമ്പോഴേക്കും ഡ്രസ്സൊക്കെ മാറി അമ്മ വരുന്നുണ്ട്. അമ്മ ഡ്രസ്സൊക്കെ മാറി നിൽക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അമ്മേനെ വേഗം ഹോസ്പിറ്റലിലൊക്കെ കാണിച്ച് ഇനി ഷോപ്പിലേക്ക് പോകണം. ഇപ്പോൾ കുറച്ച് ഭാഗം ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഫോണൊന്നും കൊണ്ടുപോയിട്ട് എനിക്ക് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അങ്ങനെ ഡോക്ടറെ കാണിക്കാനോ സ്കാനിങ് എടുക്കാനോ അതിലൊന്നും എനിക്ക് ധൈര്യം വന്നിട്ടില്ല. ചില കൂട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പണ്ടത്തെ പോലെ നല്ല കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ട്, കുറച്ച് നന്നായി വരുന്നുണ്ട്, കുറച്ചും കൂടി നല്ലതായിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ശരിയാണ്, ആദ്യത്തെക്കാളിലും കുറച്ചൊരു സംസാരിക്കാനും പിന്നെ ഒരു വേറൊരു ലെവലിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അത് കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ പറയണം കേട്ടോ. അങ്ങനെ അമ്മ ഡോക്ടറെ കാണിച്ച് ഞങ്ങൾ പപ്സും ചായയൊക്കെ കുടിച്ചു. അമ്മ പരിപ്പ് വട കേട്ടോ കഴിച്ചത്. അമ്മയ്ക്ക് പപ്സൊന്നും വേണ്ട പറഞ്ഞു. അങ്ങനെ രണ്ടാളും ചായ കുടിച്ചു. ഇനി ഞാൻ ഷോപ്പിൽ പോയിട്ട് കുറച്ച് ഭാഗം കാണിക്കാം കേട്ടോ. അപ്പോഴേക്ക് അവിടെ ബസ് കയറാൻ നിൽക്കുമ്പോൾ കുറച്ച് സൂചിപ്പിന്നെ അങ്ങനെ ചെറിയ സാധനം ഉണ്ടല്ലോ, അതൊക്കെ വാങ്ങിയിട്ടോ. ഞങ്ങളുടെ ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡാണ് കേട്ടത്. ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിന് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൽ ഇടാൻ പറ്റിയില്ല. അപ്പോൾ അത് പിന്നെ ദിവസം കാണിക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ഷോപ്പിലെത്തിയിട്ട് അതാ നമ്മുടെ സുന്ദരേട്ടനെങ്കിൽ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പഞ്ചായത്ത് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ പടവലം വിത്തും പയർ വിത്തൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. സമയം ഒരു 12:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ഉപ്പിടുക അങ്ങനെയൊക്കെ വേണം. ഈ പാക്കറ്റുകളൊക്കെ നമുക്ക് വാങ്ങുമ്പോൾ ഈ മോതിരം 20 രൂപയുടെ മോതിരം കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ എൻ്റെ കൂട്ടുകാർ പറഞ്ഞോളൂ, 20 രൂപ കേട്ടോ. അപ്പം ഇനി നമുക്ക് പഞ്ചായത്തിൽ പോകേണ്ട ഒരു വീഡിയോ കാണാം കേട്ടോ. ലെങ്ത്ത് കൂടിയെന്ന് എനിക്കറിയാം, സോറി കേട്ടോ. കാരണം ഇതിന് വെറുതെ നമ്മൾ ഇത് എടുത്തിട്ട് കളയണ്ടേന്ന് വെച്ചിട്ടാണ് ഞങ്ങളെയും കൂടി ഒന്ന് കാണിക്കാച്ചിട്ടാണ് കേട്ടോ അത്. കാരണം ഞാൻ ദിവസം എടുക്കണ വീഡിയോ അങ്ങനെ അന്നൊന്ന് കാണിക്കുകയാണ്, അല്ലെങ്കിൽ പിന്നെ ഒരു ദിവസം ഇടുമ്പോൾ അതൊരു സുഖമില്ല. അപ്പോൾ നടന്നു പോകുമ്പോൾ നമ്മുടെ യൂണിയൻകാരൻ വരുന്നു. എങ്ങോട്ടാണ് രണ്ടാളും കൂടി ചോദിക്കാണ് കേട്ടോ. ഒരു യൂണിയൻകാരൻ ഞങ്ങളുടെ അപ്പോഴേക്കും അടുത്തൊരു യൂണിയൻകാരൻ പിന്നെയും വീണ്ടും വരുന്നു. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്ക് എവിടേക്കാണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വരാ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വാണിയംകുളം പഞ്ചായത്തിൽ എത്താറായി കേട്ടോ. സുന്ദരേട്ടൻ വെച്ച് പിടിക്കണം. ഞാൻ പിന്നാലെ എത്തിയിരുന്ന ആള് പുലി ഞാനെത്തി നിൽക്കട്ടെ, അവിടെ കൂടെ ഓടാൻ പറ്റുമോ. അങ്ങനെ രണ്ടാളും കൂടിയിട്ട് അവിടെ പഞ്ചായത്തിലെത്തി. അവർക്ക് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു 10 മിനിറ്റ് നടക്കാനുള്ള വഴി തന്നെ ഉണ്ട് കേട്ടോ അവിടേക്ക് എൻ്റെ ഷോപ്പിൽ നിന്ന്. അങ്ങനെ വാണിയംകുളം പഞ്ചായത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൃഷിഭവനിലെത്തിയിട്ട് അങ്ങനെ വിത്തുകളൊക്കെ വാങ്ങി അവിടെ നമ്മുടെ പേപ്പറിൽ ഉപ്പൊക്കെ ഇട്ട് അഡ്രസ്സൊക്കെ കൊടുത്തിട്ടാണ് നമുക്കത് കിട്ടുക. അങ്ങനെ വിത്തും കിട്ടി. ഈ വിത്തിൻ്റെ ഒരു ഫോട്ടോ കാണിച്ചു തരാം. ഇതാണ് വിത്ത്. അങ്ങനെ വിത്തും മേടിച്ച് നടക്കുമ്പോൾ ഞങ്ങൾ 50 രൂപയുടെ കിറ്റും വാങ്ങാച്ചിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അവിടെ ചട്ടികളൊക്കെ വിൽക്കണ്ടായിരുന്നു. പൈസ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു 50 രൂപ ഞാൻ ഫോണിൻ്റെ ഇടയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലോ വിചാരിച്ചിട്ട് 50 രൂപ വെച്ചിട്ടുണ്ടായിരുന്നു. ആ 50 രൂപയ്ക്ക് ഞങ്ങൾ 50 രൂപയുടെ പച്ചക്കറി വാങ്ങിയിട്ട് ഞാൻ എൻ്റെ ഷോപ്പിലെത്തി. ഇത് ഞങ്ങളുടെ മീൻ മാർക്കറ്റാണ് കേട്ടോ. ഞങ്ങളുടെ വാണിയംകുളം മീൻ മാർക്കറ്റ്. ഇത് പള്ളി. ഇതെൻ്റെ ഷോപ്പിലേക്കുള്ള വഴി. ഫ്രണ്ടിലൊന്നും കാണില്ല കേട്ടോ. കുറച്ച് ഉള്ളിലേക്കായിട്ടാണ് എൻ്റെ ഷോപ്പ്. ചെറിയൊരു കുഞ്ഞ് ഷോപ്പ്. അങ്ങനെ അവിടെ എത്തിയിട്ട് സുന്ദരേട്ടനും ഞാനും കൂടി സോഡ വാങ്ങി. സോഡ വാങ്ങിയപ്പോൾ രണ്ടാളും പകുതിയും കുടിക്കാറ് ഞങ്ങൾ എപ്പോഴും. ചിലപ്പോൾ ഞങ്ങൾ കാണാൻ 5 രൂപ എടുക്കും കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യാറ്. നിങ്ങൾ കളിയാക്കൊന്നും വേണ്ട, ഞങ്ങളങ്ങനെ ശീലമായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ പിന്നെ
ആൾക്ക് വേണ്ട വേണ്ട പറഞ്ഞിട്ട് നിർബന്ധിച്ചു, തണുപ്പ് കാരണേ. അപ്പോൾ പിന്നെ ഞങ്ങൾ പകുതിയും ഒപ്പാക്കിയിട്ട് അങ്ങനെ കുടിക്കാറ്. അങ്ങനെ ഞങ്ങൾ കുടിച്ചു. അപ്പോൾ എൻ്റെ വീഡിയോ അവസാനിക്കാറായിട്ട് ഒരുപാട് തെറ്റുകളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ മോനെ കാണിച്ചു. ഇനിയിപ്പോൾ അവൻ ഇപ്പം അടുത്തൊന്നും